നരസിംഹ അവതാരത്തെ നിയന്ത്രിക്കുവാൻ ശിവൻ എടുത്ത ശരഭാവതാരത്തെക്കുറിച്ച് അറിയാമോ? ഹിരണ്യകശിപുവിനെ വധിക്കുന്നതിനു വേണ്ടി അവതാരം എടുത്ത മഹാവിഷ്ണു നരസിംഹം എന്ന ഭീകരരൂപത്താൽ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചു. ഹിരണ്യകശിപുവിനെ മടിയിൽ വച്ച് വയറ് കീറി കുടൽമാല കഴുത്തിൽ ഇട്ടു നരസിംഹം അയാളുടെ രക്തവും പാനം ചെയ്തു. നരസിംഹം തന്നെ സംഹാരത്തിന്റെ അസഹനീയമായ രൂപമാണ്. എന്നാൽ രക്തപാനം കൂടി ആയപ്പോൾ അവതാരത്തിന് കോപം അടക്കുവാൻ കഴിയാതെയായി. ഉഗ്രനേത്രങ്ങളും വജ്രം പോലെ കൂർത്ത നഖങ്ങളും ഗാഡ്ഗം പോലെ നീണ്ടുകിടക്കുന്ന നാവും ദ്രംഷ്ടകൾ ഉള്ള നരസിംഹ രൂപം തന്നെ അതിഭയാനകമായിരുന്നു. സർവത്ര നശിപ്പിച്ച് പാഞ്ഞു നടന്നിരുന്ന നരസിംഹം കോപം അടക്കുവാൻ കഴിയാതെ അലറി വിളിച്ചു. നാരായണന്റെ ഉഗ്രകോപം താങ്ങുവാൻ ഉള്ള ശേഷി ദേവന്മാർക്ക് ഇല്ലായിരുന്നു. ആ രൗദ്രത്തിൽ നിന്നും ഉയർന്ന താപം താങ്ങുവാൻ കഴിയാതെ പ്രപഞ്ചം മുഴുവൻ നാശത്തിന്റെ വക്കിൽ എത്തി. ബ്രഹ്മാവ് മറ്റു ദേവകളും മഹാദേവനെ ശരണം പ്രാപിച്ചു. ഈ അവസ്ഥ തുടർന്നു പോകുകയാണെങ്കിൽ പ്രപഞ്ചം ഉടനെ തന്നെ നാശത്തിന്റെ വക്കിൽ എത്തിച്ചേരും എന്ന ഭയം അവർ മഹാദേവൻ മുന്നിൽ അറിയിച്ചു. മഹാദേവൻ പ്രശ്നപരിഹാരത്തിന് വീരഭദ്രനെ നരസിംഹത്തിന്റെ അടുത്തേക്ക് അയച്ചു. അനിയന്ത്രിതമായ കോപം അടക്കി സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകണം എന്ന് അപേക്ഷിച്ച വീരഭദ്രൻ മുൻപിൽ നരസിംഹം ഒന്നുകൂടി രൗദ്രരൂപം പ്രാപിച്ചു. ഇതേ സമയം അതിഘോരവും ആകാശം മുഴുവൻ വ്യാപിച്ചതും യാതൊന്നിനും അടക്കുവാൻ സാധിക്കാത്തതുമായ അതീവ തേജസ് മഹാദേവനിൽ നിന്നും ഉദ്ഭവിച്ചു. വീരഭദ്രൻ ആ തേജസ്സിൽ ലയിച്ചു. സംഹാരത്തിന്റെ മൂർത്തിയായ പരമേശ്വരൻ ബ്രഹ്മണ്ഡത്തെ മുഴുവൻ സംഹരിക്കാൻ ശേഷിയുള്ള അതിവിചിത്ര രൂപവുമായി നരസിംഹത്തിന്റെ മുന്നിൽ നിലയുറപ്പിച്ചു. ആ ഭീകരരൂപത്തിന് സിംഹരൂപവും പക്ഷിയുടെ ചിറകുകളും ഗരുഡ സമാനമായ മൂക്കും നീണ്ട വാലും ഉണ്ടായിരുന്നു. ശരഭം എന്നായിരുന്നു ആ രൂപത്തിന്റെ പേര്. ശരഭം നരസിംഹത്തിന്റെ മുകളിൽ ചാടി വീണു. കോപത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് മൂർത്തികളും തമ്മിലുള്ള ഉഗ്രപോരാട്ടത്തിന് ഒടുവിൽ നരസിംഹത്തിന്റെ ശരീരത്തിൽ നിന്നും പക്ഷി സമാനമായ ഒരു രൂപം ഉദ്ഭവിച്ചു. രണ്ട് തലകളോടുകൂടിയ ആ ഭീമാകാരമായ പക്ഷി ഗന്ധപേരുണ്ട പിൽക്കാലങ്ങളിൽ അറിയപ്പെട്ടു. ദിവസങ്ങളോളം നീണ്ടുനിന്ന ഈ പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. പോരാട്ടത്തിന് ഒടുവിൽ ശരഭം മഹാവിഷ്ണുവിന്റെ പക്ഷി രൂപത്തെ പൂർണ്ണമായും കീഴടക്കി. അങ്ങനെ ഉഗ്ര നരസിംഹം യോഗ നരസിംഹനാവുകയും തുടർന്ന് മഹാവിഷ്ണു രാജോ ഗുണം വിട്ട് സ്വന്തം ഭാവത്തിലേക്ക് മാറുകയും ചെയ്തു.